ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് AMCS FNCK പറ്റിയിട്ടാണ്. AMCS FNCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഓഫ് കേരള എന്നാണ്. ഇതുവഴി കിട്ടാൻ കൂടുതൽ ചാൻസും ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് 1200 രൂപയാണ്. ഇതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ 7ഓളം അലോട്ട്മെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ 35 കോളേജാണ് AMCS FNCKയുടെ ഇതിൽ വരുന്നത്. അതിൽ നമുക്ക് 15 കോളേജാണ് നമുക്ക് വെക്കാൻ പറ്റുന്നത്, ഓപ്ഷനിൽ വെക്കാൻ പറ്റുന്നത് 15 കോളേജ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം LBSൽ നമുക്കൊരു കോളേജ് കിട്ടുമ്പോൾ എത്രയാണോ ഫീസ് വരുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് AMCS FNCK വഴി കിട്ടുമ്പോഴും അതേപോലെ തന്നെയാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ LBS വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ AMCS FNCK വഴി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ സ്കോളർഷിപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 20 വരെയാണ്. പിന്നെ ഡേറ്റ വെരിഫിക്കേഷനും അതുപോലെ റീമാർക്കൊക്കെ ഇതിൻ്റെ വരുന്നത് ഓഗസ്റ്റ് 27 പിന്നെ നമുക്ക് കറക്ഷൻ ടൈം വരുന്നത് ഓഗസ്റ്റ് 30 പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ഓപ്പൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റും വരുന്നത് സെപ്റ്റംബർ 1 പിന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് സെപ്റ്റംബർ 3 അതുപോലെ തന്നെ സെപ്റ്റംബർ 8 നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. തന്നെ ഇതിൻ്റെ പ്രോസ്പെക്റ്റീവിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക്